പ്രിയപ്പെട്ടവരെ, ഇത് വെളിപ്പെടുത്തലുകളുടെ സമയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ദുരനുഭവം നേരിട്ട പെൺകുട്ടികളും സ്ത്രീകളും അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സമയമായി ഇതിനെ കണക്കാക്കി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനം പോലും ഉള്ളിലൊതുക്കി കഴിഞ്ഞവർ, വളരെ ട്രോമാറ്റിക് സ്റ്റേജിലൂടെ കടന്നുപോയവർക്കൂടെ ആത്മബലം നൽകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള തുടർ ചർച്ചകൾ സഹായിച്ചു. പക്ഷെ അതേസമയം കള്ളനാണയങ്ങളും ഒരുപാടുണ്ടായി. ഒരുപാട് പേർ വെളിപ്പെടുത്തലിനായി മുന്നോട്ട് വന്നു. സിനിമ സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത മേഖലയാണെന്ന് ഇവരിൽ പലരും പറഞ്ഞു. ഇപ്പോൾ നമുക്കിപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ. 10 വർഷമായി സിനിമാ മേഖലയിലുള്ള സന്ധ്യ കാസ്റ്റിംഗ് ഡയറക്ടർമാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നും അതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിച്ചുവെന്നും പറയുന്നു. നമുക്കിപ്പം സന്ധ്യ തന്നെ ചേരുന്നു. സന്ധ്യ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ സന്ധ്യയുടെ മുഖവും സന്ധ്യയുടെ പേരും സന്ധ്യയുടെ ഐഡന്റിറ്റിയും പറയുന്നതിൽ സന്ധ്യയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല. താങ്ക് യു സന്ധ്യ. സന്ധ്യ ഇപ്പോൾ എവിടെയാണുള്ളത്? കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ? അതെ, കൊച്ചിയിലാണ്. ഓക്കെ സന്ധ്യ. സന്ധ്യ ഏതൊക്കെ സിനിമകളിലെ ഭാഗമായിട്ടുണ്ട്? ഐ ഹാവ് ആക്ടഡ് വൺ മൂവി. ഒരു മൂവി ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. അത് അമലയായിരുന്നു. അമലയിൽ ഒരു ചെറിയൊരു ക്യാരക്ടറാണ്, ടീച്ചറിൻ്റെ ക്യാരക്ടർ. ഓക്കെ. എത്ര വർഷമായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്? ഒരു വർഷമായിട്ടാണോ ഈ ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് എന്ന ഇതിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ചലച്ചിത്ര മേഖല തിരഞ്ഞെടുത്തത്? ഒരു അഭിനയിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടും സിനിമ ഒരു പാഷനായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് മൂവി ആക്ടിങ് ഒരു പാഷനാണ്. സോ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ പേരെ ഈ ഫിലിം ഫീൽഡിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ്, ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് ചോദിക്കും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോജക്റ്റിനെ കുറിച്ചോ സംസാരിക്കുമ്പോൾ അവരത് സംസാരിക്കാൻ തയ്യാറാവില്ല. അവരാദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എക്സ്പോസിങ് കോസ്റ്റ്യൂംസ് ഇടാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്പോസിങ് സീൻസ് ആക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൾഡ് സീൻസ് അഭിനയിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ അത് നോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ കാസ്റ്റിംഗ് കൗച്ചിന് തയ്യാറാണോ, അല്ലെങ്കിൽ കോംപ്രമൈസിനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിനോ തയ്യാറാണോ. അതായത് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ, അതെ, ഫോണിൽ കൂടെയാണ് ചോദിക്കുന്നത്. ഞാൻ ഫോണിൽ കൂടി ചോദിക്കും. അപ്പോൾ ഫോണിൽ നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി എക്സ്പോസിംഗ് ആയിട്ടുള്ള ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെടും അല്ലേ? അതോ അല്ലെങ്കിൽ എക്സ്പോസിംഗ് ആയ രംഗങ്ങൾ വേണം എന്നവർ ആവശ്യപ്പെടും. ചില പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പക്ഷേ സിനിമ ആവശ്യപ്പെടുന്നതാണെങ്കിൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ. പക്ഷേ സിനിമയുടെ കഥയോ ഏത് സിനിമയാണെന്നോ പറയാതെയാണ് ഇവർ നമ്മളോട് ഇതൊക്കെ ആവശ്യപ്പെടുക. അതെ, അത് മാത്രമല്ല, നമുക്കിപ്പോൾ ക്ലീൻ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അത് ആദ്യം എടുത്തൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. എനിക്ക് ക്ലീൻ ക്യാരക്ടേഴ്സ് മതി, ക്യാരക്ടർ റോൾസ് മതി. പക്ഷെ അതവർ തരാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. സന്ധ്യ, ആദ്യം സംസാരിച്ച ആൾ അല്ലെങ്കിൽ ആദ്യം ദുരനുഭവം ഉണ്ടായത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഈ കാസ്റ്റിംഗ് ഡയറക്ടറാണോ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണോ, പ്രൊഡ്യൂസറാണോ? പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് മിക്കവരും അവരുടെ നമ്പേഴ്സൊന്നും തരത്തില്ല. നമുക്ക് അവരുടെ നമ്പർ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്, ഇവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അവരാണ് ഡിസിഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസൈഡിങ് പീപ്പിൾ. അവരാണ് മീഡിയേറ്റേഴ്സ്. അവർ തീരുമാനിക്കുന്ന ആൾക്കാരെ മാത്രമേ അവർ കാസ്റ്റ് ചെയ്യത്തുള്ളൂ. സന്ധ്യയ്ക്ക് ദുരനുഭവം ഉണ്ടായ വ്യക്തി ചിലവർ ഒന്ന് പറയും, ഇന്ന ആക്ടേഴ്സ്. നേരിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റോൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കത്തുള്ളൂ, നിങ്ങളുടെ പാഷനൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അപ്പം നിങ്ങൾ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ബാക്കിയുള്ള സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ പൊതുവെയുള്ള സംസാരം ഇങ്ങനെയാണെന്നാണോ സഹപ്രവർത്തകർ പറയുന്നത്? അതെ, മിക്കപേരും എന്നോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് അവരുടെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറഞ്ഞു. അതായത് ഡയറക്ടറെ കാണാൻ പോയി അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കാണാൻ പോയി, ദേ ട്രൈ ടു മിസ്ബിഹേവ്. പേരൊന്നും പറയത്തില്ല, പക്ഷെ അവർക്കുള്ള അനുഭവം അവർ ഷെയർ ചെയ്യും. സോ അങ്ങനെയാണ് അറിഞ്ഞത് ഈ ഫീൽഡിൽ ഇത്രത്തോളം ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോഴും അവരുടെ ഒരു സംസാര രീതി അല്ലെങ്കിൽ ഒരു മനോഭാവം ഇങ്ങനെയാണ്. സന്ധ്യ ആദ്യത്തെ സിനിമ അമല അല്ലേ അഭിനയിച്ചു? ആ സമയത്ത് സിനിമാ സെറ്റിലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സന്ധ്യയ്ക്ക്? അതൊരു ജസ്റ്റ് വൺ ഡേ ഷൂട്ടായിരുന്നു. ഞാൻ എൻ്റെ മദറിൻ്റെ കൂടെയാണ് പോയത്. അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു.
ഈ റെമ്യൂണറേഷൻ്റെ കാര്യത്തിലും നമുക്ക് ബാർഗെയിൻ ചെയ്യണം. നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടത്തുള്ളൂ. അതും വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്, വളരെ വളരെ മോശമായിട്ടുള്ളൊരു എമൗണ്ടാണ്. അതൊക്കെ ഈ കാലത്തും അങ്ങനെയൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആ എമൗണ്ടിൽ പോലും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. ഈ അമല എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വീണ്ടും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയോ കാസ്റ്റിംഗ് ഡയറക്ടർമാരെയോ സമീപിച്ചില്ലേ? തനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാനും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്നെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവരും എൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും. ബിക്കോസ് നമ്മൾ നേരെ പോകും, നമ്മളറിയില്ലല്ലോ ഇവർക്ക് ഈ റോങ് ഇൻറ്റൻഷൻസ് ആണ്. പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ട്, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് ഫീൽഡ് ദേ ഹാവ് ഗോട്ട് എ വെരി റോങ് ഇൻറ്റൻഷൻ. ഒരു മെയിൽ ഡോമിനേഷൻ ഉള്ളൊരു ഇൻഡസ്ട്രിയാണത്. ഫീമെയിൽസിന് ഒട്ടും സേഫ് ആയിട്ടുള്ള എൻവയൺമെൻ്റ് അല്ല. അപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുമോ, ബോൾഡ് സീൻസ് ചെയ്യുമോ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകൾ ചെയ്യുമോ, ഇത് മൂന്നുമാണ് ഈ അവരുടെ ഇൻറ്റൻഷൻ ആദ്യം നമ്മളോട് പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കല്ലേ, ഒരു സന്ദർഭം ഉണ്ടാക്കുന്നത് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും. അതെ. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ റെസ്പോൺസ് എങ്ങനെ നോക്കിയിട്ടാണ് അവർ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അതെ, അപ്പോൾ നമുക്കത് ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ്മെന്റിന് കോംപ്രമൈസിന് തയ്യാറാണ്. അല്ല, അവരങ്ങനെ ചോദിക്കും. നമ്മൾ നോ എന്ന് പറയുമ്പോൾ അവർ പറയും ശരി ഞങ്ങൾ അറിയിച്ചോളാം അല്ലെങ്കിൽ വിളിച്ചോളാം എന്ന് പറയും. പിന്നെ അവരുടെ ഒരു റെസ്പോൺസ് കാണത്തില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ കോൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ അവർ കോൾ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിടും. ഇതാണ് അവരുടെ ഒരു ക്യാരക്ടർ. അത് മാത്രമല്ല, കുറേ പേര് പറയും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും, നിങ്ങൾക്ക് ഈ സീൻ ചെയ്യാൻ പറ്റില്ല, ആ സീൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറല്ല, കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടന എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവായിട്ടൊരു കേന്ദ്രബിന്ദു, ഒരു കോർഡിനേറ്റർ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല, ബിക്കോസ് ഞാൻ ഒരു മൂവിയെ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ കുറച്ച് ആഡ് ഫിലിംസും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു സംഘടനയുടെ ഭാഗമല്ല ആക്ച്വലി. ഇനിയിപ്പോൾ എന്താ സിനിമ പാഷൻ ഉണ്ടോ ഇപ്പോഴും, അതല്ല ഇതൊക്കെ കേട്ടതിന് ശേഷം മടുത്തിരിക്കുകയാണോ? എനിക്കൊരു രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഫെഡ് അപ്പ് ആക്ച്വലി. നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം ചെലവഴിച്ച് ഇങ്ങനത്തെ കുറേ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ നമ്മുടെ പാഷന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ ഐ എം നോട്ട് റിയലി ഇൻട്രസ്റ്റഡ്. ബിക്കോസ് നല്ല ക്യാരക്ടർ റോൾസ് വരികയാണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ റോങ് വേ കൂടി പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല. സന്ധ്യയുമായി സംസാരിച്ചത് കാസ്റ്റിംഗ് ഡയറക്ടറാണല്ലേ ആദ്യം? ആരാണ്? കേട്ടില്ല. കാസ്റ്റിംഗ് ഡയറക്ടറാണോ സന്ധ്യയുമായി സംസാരിച്ചത്? ഈ വിച്ചു എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടറുണ്ട്. പുള്ളിയോട് ഞാൻ കുറച്ച് മാസങ്ങൾ മുമ്പ് സംസാരിച്ചപ്പോൾ പുള്ളി ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതായത് അഡ്ജസ്റ്റ്മെന്റ്സിനൊന്നും തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോള് കിട്ടത്തില്ല. ഈ വിച്ചു അങ്ങനെ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. പുള്ളി മാത്രമല്ല, വേറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. ഈ മിനു മുനീർ ഇന്നലെ വെളിപ്പെടുത്തിയതും ഈ വിച്ചുവിനെ കുറിച്ചാണ്. ആ വിച്ചുവിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടാണ് അവരൊരു പോസ്റ്റ് ഇട്ടതും. അതെ അതെ. ഈ വിച്ചു യഥാർത്ഥത്തിൽ സിനിമയിലുള്ള കക്ഷിയാണോ അതോ ഫേക്ക് ആണോ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പുള്ളിയെ. എന്നോട് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഞാൻ കുറേ ആക്ട്രസസിനെ ഞാനിങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എക്സാമ്പിളായിട്ട് പറയുന്നത് കുറേ ആക്ട്രസസ് നിങ്ങൾ കാണുന്ന ഈ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസസ് ഒക്കെ ഈ വഴി വന്നവർ തന്നെയാണ്, ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നവരാണ്. ആർക്കും ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അപ്പോൾ അവരൊക്കെ ഇത്ര അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേ ഹാവ് ഓൾസോ മേഡ് കോംപ്രമൈസസ്. ഇങ്ങനത്തെ എക്സാമ്പിളാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ. സന്ധ്യ പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ ഇതിനകത്ത് അപകടം മണത്തു വേണ്ടെന്ന് വെച്ചു അല്ലേ? അതെ, ബിക്കോസ് എനിക്കങ്ങനെ താല്പര്യമില്ല. ബിക്കോസ് ഐ ഡോണ്ട് കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ ഫാമിലി. മൈ ഫാമിലി പീപ്പിൾ ആർ ഓൾസോ വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ എൻ്റെ പാഷൻ കാരണമാണ് ഞാനിത് പെർസ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് ഞാൻ നേരത്തെ കോർപ്പറേറ്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടില്ല. സന്ധ്യ, ഈ വിച്ചു അല്ലാതെ, വിച്ചു എന്ന കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലാതെ മറ്റാരെങ്കിലും ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത് പറയാൻ സന്ധ്യയ്ക്ക് ധൈര്യമുള്ള ആളുകൾ? ഒരു ഡയറക്ടർ, ഇന്നലെ ന്യൂസിൽ വന്ന ഒരു ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട്, പറ്റുവാണെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. പക്ഷെ ഞാൻ പുള്ളിയെക്കുറിച്ച് ക്യാരക്ടർ അറിഞ്ഞപ്പോൾ ഐ ജസ്റ്റ് ബ്ലോക്ക്ഡ് ഹിസ് നമ്പർ ആൻഡ് ഐ ചേഞ്ച്ഡ് മൈ നമ്പർ. സോ എനിക്ക് അങ്ങനത്തെ അൺനെസസറി ടോക്സിൽ എനിക്ക് താല്പര്യമില്ല. ആർട്ട് ഡയറക്ടർ കൂടിയായ സിനിമാ സംവിധായകനെയാണോ സന്ധ്യ ഉദ്ദേശിച്ചത്?
പരസ്യചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായ സംവിധായകൻ. അതെ. ഓക്കെ. അപ്പോൾ അവരെ പുള്ളി എറണാകുളത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ കഥ കേട്ടപ്പോൾ പിന്നെ തൽക്കാലം കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചു, ബ്ലോക്ക് ചെയ്തു അല്ലേ? അതെ.